സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. കത്തോലിക്ക സഭ ശാസ്ത്രവിരുദ്ധമാണോ? ശാസ്ത്ര പുരോഗതിക്ക് തടസ്സമാണോ? ചില തലങ്ങളിലുള്ളവർ ബോധപൂർവം ഉയർത്തുന്ന ആരോപണമാണിത്. അവർക്കുള്ള ഉത്തരം രണ്ടു മറുചോദ്യങ്ങൾ തന്നെ. ശാസ്ത്രത്തിന് സാരവത്തായ സംഭാവന നൽകിയ ക്രൈസ്തവരെ കുറിച്ച്, ക്രൈസ്തവ വൈദികരെ കുറിച്ച് അറിയുമോ? വത്തിക്കാനിലെ പൊന്തിഫിക്കൽ അക്കാഡമി ഓഫ് സയൻസസ് എന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എല്ലാ വിഭാഗം ദൈവവിശ്വാസങ്ങളും വിമർശിക്കപ്പെടാറുണ്ട്. എങ്കിലും പതിവായി കേൾക്കുന്ന പല ആക്ഷേപങ്ങളും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെയും സഭയുടെ വിശ്വാസ നിലപാടുകളെയും കുറിച്ച്. ഏത് ഉറക്കത്തിൽ വിളിച്ചാലും ചിലർ 3 കാര്യങ്ങൾ പറയും. സൂര്യൻ ഭൂമിയെ അല്ല, ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നതെന്ന് പറഞ്ഞതിന് ഗലീലിയോയെ കത്തോലിക്ക സഭ വധിച്ചു. പരിണാമ സിദ്ധാന്തത്തെ സഭ എതിർത്തു. ശാസ്ത്രീയമായ അഭിപ്രായം പറഞ്ഞതിന് ജോർദാനോ ബ്രൂണോയെ സഭയുടെ മതവിചാരക സംഘം ജീവനോട് ദഹിപ്പിച്ചു. സത്യത്തിൽ ഗലീലിയോയെ ആരും വധിച്ചില്ല. ആജീവനാന്തം അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ ആക്കിയിരുന്നു. അന്നത്തെ ചില ശാസ്ത്രജ്ഞരടക്കമുള്ള സമൂഹത്തിന്റെ നിലപാടനുസരിച്ചും തങ്ങളുടെ തന്നെ പരിമിതമായ വചന വ്യാഖ്യാനം അനുസരിച്ചും സഭാധികൃതർ ചെയ്ത പിശകാണത്. എങ്കിലും മരണം വരെ ഗലീലിയോ തികഞ്ഞ അനുസരണമുള്ള കത്തോലിക്ക വിശ്വാസിയായിരുന്നു താനും. ഗലീലിയോയുടെ മകളാകട്ടെ ഒരു കന്യാസ്ത്രീയും. പരിണാമ സിദ്ധാന്തത്തിന്റെ കാര്യത്തിൽ കത്തോലിക്ക സഭ വ്യക്തമായ നിലപാടെടുത്തിരുന്നില്ല. സിദ്ധാന്തം ദൈവ സൃഷ്ടി സങ്കല്പത്തെ നിരസിക്കുന്നു എന്ന് ചിലർ വാദിക്കുകയും നാസ്തികവാദികൾ സിദ്ധാന്തത്തെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് തിരുസഭ അകലം പാലിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഷഡ്ദിന സൃഷ്ടി വിവരണം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് കത്തോലിക്ക സഭ ശഠിക്കുന്നില്ല. അതിനാൽ പരിണാമ സിദ്ധാന്തം അതിൽ തന്നെ വചനവിരുദ്ധമെന്നും തിരുസഭ കരുതുന്നില്ല. എങ്ങനെ ഉണ്ടായതായാലും മനുഷ്യനായത് അനശ്വരമായ ആത്മാവിനെ ദൈവം പ്രത്യേകമായി നിവേശിപ്പിച്ചപ്പോഴാണെന്ന് സഭ നിർബന്ധപൂർവം വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് പരിണാമ സിദ്ധാന്തം സ്വീകരിക്കാനോ തള്ളാനോ ഉള്ള വ്യക്തിപരമായ വിശ്വാസ സ്വാതന്ത്ര്യം തിരുസഭ അനുവദിക്കുന്നുണ്ട്. ജോർദാനോ ബ്രൂണോയെ വധിച്ചതും തിരുസഭയുടെ ശാസ്ത്രവിരുദ്ധതയാലല്ല. ബ്രൂണോ നിഗൂഢ ശക്തികളുടെ ഉപാസകനായിരുന്നു. അത്തരത്തിലുള്ളവരോട് അക്കാലത്ത് സ്വീകരിക്കാറുള്ള സമീപനത്തിന് ശാസ്ത്രവിരുദ്ധത കാരണമായി പറയുന്നതിൽ അർത്ഥമില്ല. എന്നിരുന്നാലും തിരുസഭയെ ശാസ്ത്രവിരുദ്ധമെന്ന് വിമർശിക്കാൻ ഇവ പലരും ആയുധമാക്കി. മുൻ നൂറ്റാണ്ടുകളിൽ വ്യക്തികളുടെ തീരുമാനത്താൽ ഉണ്ടായ ഇത്തരം പരിമിത സംഭവങ്ങൾക്കപ്പുറം കത്തോലിക്ക സഭ ശാസ്ത്രത്തെ ഏറെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. അതൊക്കെ ചിലർ മനഃപൂർവ്വം മറച്ചു പിടിക്കുകയാണ്. ഗലീലിയോയ്ക്ക് മുമ്പ് തന്നെ ആകാശമണ്ഡലം ഭൂകേന്ദ്രീകൃതമല്ല, സൂര്യകേന്ദ്രീകൃതമാണെന്ന് കണ്ടെത്തിയ കോപ്പർനിക്കസ് കത്തോലിക്ക പുരോഹിതനായിരുന്നു. ആർസെനിക് എന്ന മൂലകം കണ്ടുപിടിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ വിശുദ്ധ ആൽബർട്ട്സ് മാഗ്നസ് എന്ന ഡൊമിനിക്കൻ സഭാംഗമായ കത്തോലിക്ക മെത്രാനാണ്. ഫിസിക്സ്, ലോജിക്, മെറ്റാഫിസിക്സ്, ബയോളജി, സൈക്കോളജി എന്നിവയിലെല്ലാം അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം എന്ന സിദ്ധാന്തത്തിന്റെ ആദ്യ ദൃഷ്ടാവ് ജോർജ് ലൈമൈത്തർ, ബെൽജിയംകാരനും ഈശോ സഭാംഗവുമായ വൈദികൻ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ സമകാലികനും വത്തിക്കാനിലെ പൊന്തിഫിക്കൽ അക്കാഡമി ഓഫ് സയൻസിന്റെ ഡയറക്ടറുമായിരുന്നു. പാരമ്പര്യ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ഗ്രിഗർ മെന്റലിനെ കേൾക്കാത്തവരില്ല. പലർക്കും അവിശ്വസനീയമെന്ന് തോന്നാം. അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ പുരോഹിതനായിരുന്നു. പാരമ്പര്യ നിയമങ്ങൾ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇന്നും ക്ലാസ് മുറികളിൽ കേൾക്കുന്നുണ്ടാകും. ശാസ്ത്രത്തിന് കനത്ത സംഭാവന നൽകിയ കത്തോലിക്ക വൈദികരുടെ നിര ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഡാനിഷ് ബിഷപ്പായിരുന്ന നിക്കോളാസ് സ്റ്റെനോ അടക്കമുള്ള വേറെയും കത്തോലിക്ക മതമേലധ്യക്ഷന്മാർ ശാസ്ത്രത്തെ പരിപോഷിപ്പിച്ചവരുടെ നിരയിലുണ്ട്. സഭ ശാസ്ത്രവിരുദ്ധമെന്ന് വിമർശിക്കുന്ന പരിമിത ബുദ്ധികൾ ഇത് കേൾക്കണം. ശാസ്ത്രം പിറന്നത് ക്രൈസ്തവഗതിയിൽ നിന്ന് എന്നൊരു പുസ്തകം തന്നെയുണ്ട്.
അത് കേവലം പുസ്തകക്കാരന്റെ അവകാശവാദമല്ല. മറ്റു സംസ്കൃതികളിൽ മിക്കപ്പോഴും ശാസ്ത്രം ചാപ്പിള്ളയായി മാറിയപ്പോൾ ജീവനുള്ള ശിശുവായി ശാസ്ത്രം വളർന്നത് ക്രൈസ്തവികത നിലനിന്ന സംസ്കാരത്തിലും നാടുകളിലുമാണെന്ന നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യം ചൂണ്ടിക്കാട്ടുന്നതാണ് ഡോക്ടർ സ്റ്റെയ്സി ട്രാൻസ്കോയുടെ പ്രസ്തുത പുസ്തകം. ആ പുസ്തകത്തിൽ ശ്രദ്ധേയമായ ശാസ്ത്രജ്ഞനായ മറ്റൊരു കത്തോലിക്ക വൈദികനെ കുറിച്ച് വായിക്കാം. ഹംഗേറിയൻ ബെനഡിക്റ്റൻ വൈദികൻ ഫാദർ സ്റ്റാൻലി ജാക്കിയെ കുറിച്ച്. ശാസ്ത്രം ക്രൈസ്തവികതയിൽ പിറന്നു വളർന്നു എന്ന് സമർത്ഥിക്കുന്ന അദ്ദേഹം വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ച പ്രതിഭയാണ്. ഇതുവരെ പറഞ്ഞത് ശാസ്ത്രജ്ഞത ആയിരുന്ന ഏതാനും വൈദ്യരെ കുറിച്ച് മാത്രം. വിശ്വാസികളായ ശാസ്ത്ര പ്രതിഭകളുടെ മുഴുനിര ഇതിലും എത്രയോ നീണ്ടതാണ്. ശിക്ഷിക്കപ്പെട്ട ഗലീലിയോയിൽ തുടങ്ങി ലൂയി പാസ്റ്റർ, ഹെൻറി ബെക്രൽ, റോജർ ബോസ്കോവിച്ച്, റെനെ ദയാത്ത്, ബ്ലൈസ് പാസ്കൽ തുടങ്ങിയവരിലൂടെ നീളുന്ന നിര. സഭാവിരുദ്ധർക്കോ സഭാവിമർശകർക്കോ നിഷേധിക്കാനാകാത്ത മഹാസത്യം. ആഗോള ശാസ്ത്ര ലോകത്തെ പരിപോഷിപ്പിച്ചത് ക്രൈസ്തവ ലോകമാണ്. അതിൽ തന്നെ കത്തോലിക്ക സഭയുടെ പങ്ക് ഏതാനും എതിർ സംഭവങ്ങൾ കൊണ്ട് മങ്ങിപ്പോകുന്നില്ല. കത്തോലിക്ക സഭ ശാസ്ത്രവിരുദ്ധമെന്ന് ഇത്തരം 2-3 സംഭവങ്ങളുടെ പേരിൽ ഇന്നും പലരും പറയുന്നെങ്കിൽ അതിനൊരു കാരണം കോൺഫ്ലിക്റ്റ് തീസിസ് ആണ്. 19-ാം നൂറ്റാണ്ടിൽ സഭയും വിശ്വാസവും സദാ കലഹത്തിലാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച 2 പേരുടെ ശാസ്ത്ര വിശ്വാസ കലഹവാദം. അമേരിക്കൻ പുസ്തകകാരന്മാരായ ജോൺ വില്യം ഡ്രൈപ്പർ, ആൻഡ്രൂ ഡിക്സൺ വൈറ്റ് എന്നിവരായിരുന്നു ആ 2 പേർ. അവർ മുന്നോട്ട് വെച്ച അവകാശവാദങ്ങളെല്ലാം പിൽക്കാലത്ത് പല ചരിത്രജ്ഞരും തള്ളുകയും അബദ്ധമെന്ന് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ വിശ്വാസത്തെ ആക്ഷേപിക്കാൻ താല്പര്യപ്പെട്ട പലരും അതേ കലഹവാദം പിന്നീടും ചുമന്നു, ഇപ്പോഴും ചുമക്കുന്നു. അവരുടെ മുമ്പിൽ സ്വർണക്കടയുള്ള അരിപ്രാഞ്ചാട്ടിനെയും കുഴിഞ്ഞാലി മറിയയെയും പോലെ ഗലീലിയോയെ കൊന്ന കത്തോലിക്ക സഭയും. കത്തോലിക്ക സഭ നേതൃത്വത്തിന് ശാസ്ത്ര വളർച്ചയോടുള്ള ആഭിമുഖ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് റോമിലെ പൊന്തിഫിക്കൽ അക്കാഡമി ഓഫ് സയൻസസ്. 1936 11-ാം പിയൂസ് മാർപ്പാപ്പ തുടക്കമിട്ട മഹാസ്ഥാപനം. അതിനു മുമ്പും സമാനമായ സ്ഥാപനം ഉണ്ടായിരുന്നു. എന്നാൽ വിശാലമായ അക്കാദമിയാക്കി അതിനെ സ്ഥാപിച്ചത് പിയൂസ് 11-ാം പാപ്പ തന്നെ. ശാസ്ത്രത്തിന്റെ സർവോന്മുഖ വളർച്ചയ്ക്ക് സഹായിക്കുക എന്നതാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ നേരിട്ട് സ്ഥാപിച്ച ഈ അക്കാദമിയുടെ ലക്ഷ്യം. ഇങ്ങനെയൊന്ന് മറ്റൊരു സംഘടനയ്ക്കുമില്ല, മതത്തിനുമില്ല. ഉന്നതമായ ശാസ്ത്ര സംഭാവനയും ധാർമ്മിക നിലവാരവും മാത്രം നോക്കി മതവംശഭേദമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരുമായ അംഗങ്ങളെ മാർപ്പാപ്പയാണ് നിയമിക്കുന്നത്. അവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് അക്കാദമി സമിതിയും. നൊബേൽ ജേതാക്കളായ നിരവധി ശാസ്ത്രജ്ഞർ പൊന്തിഫിക്കൽ അക്കാദമിയിൽ അംഗങ്ങളായിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ശാസ്ത്ര പ്രതിഭകളുടെ അവതരണം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊരു അക്കാദമിയെക്കുറിച്ച് സാമാന്യ ജ്ഞാനമുണ്ടെങ്കിൽ ഒരു വിമർശകനും കത്തോലിക്ക സഭയെ ശാസ്ത്രവിരുദ്ധമെന്ന് പറയാൻ ധൈര്യപ്പെടില്ല. യേശുക്രിസ്തുവിന്റെ കുതികാലിലെ പരിക്കിനെ ക്രൈസ്തവർ സൂക്ഷിക്കണം. വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് തന്നിട്ടുള്ള ആ പരിക്കിനെ പല രൂപങ്ങളുണ്ട്. മറ്റൊരു മതഗ്രന്ഥത്തിൽ യേശു ഉണ്ടെന്ന പ്രചാരണം അതിലൊന്നു മാത്രം. ക്രൈസ്തവ വിശ്വാസത്തെ കടന്നാക്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ ഈ പ്രചാരണം തുടരുന്നു. അതുനിമിത്തം ക്രൈസ്തവ അപ്പോളിസ്റ്റുകളുടെ ജോലിയും തുടരുകയാണ്. സത്യം ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് ഏറെ സമയം ചെലവിടേണ്ടി വരുന്നു. നിരന്തരം ജാഗ്രത കാട്ടേണ്ടി വരുന്നു. യേശു എന്ന അതിശയകരമായ സവിശേഷ നാമമോ അതിൻ്റെ യഥാർത്ഥമായ ഭാഷാന്തരമോ ഉപയോഗിക്കാൻ ഒരു മതപുസ്തകത്തിനും കഴിയുന്നില്ല. അതിനെ ക്രൈസ്തവർ തിരിച്ചറിയണം, കരുതിയിരിക്കണം. ലോകരക്ഷകന്റെ കുതികാലിൽ പരിക്കുണ്ടാക്കാൻ ചിലരുപയോഗിക്കുന്ന ആയുധമാണ് തർക്കം. വിശുദ്ധ ഗ്രന്ഥത്തിലെ യേശുവും തങ്ങളുടെ ഗ്രന്ഥത്തിലെ യേശുവും ഒന്നു തന്നെ എന്ന തർക്കം. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു തർക്കമില്ല. കാരണം യേശു എന്നൊരു പേരിനെ പൊടി പോലും ആ ഗ്രന്ഥത്തിലില്ല. ജോവാക്കിമിന്റെയും ഹന്നായുടെയും മകളായ
മറിയമോ മേരിയോ മറിയയോ പുസ്തകത്തിലില്ല. ആ മറിയത്തിന്റെ മകനായ യേശുവും ഇല്ല. ക്രിസ്തു യേശുവിന്റെ കാര്യം പറയുകയേ വേണ്ട. ആ മതഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിലുള്ളത് ഈസ, ഇമ്രാന്റെയും ഹന്നായുടെയും മകളായ മറിയാമിന് ജനിച്ച ഈസ. ഇത് യേശുവിന്റെ പേരാണെന്ന് ആര് പറഞ്ഞു? ഈസായുടെ വിവരണത്തിന് യേശുവിന്റെയും അമ്മയായ മറിയത്തിന്റെയും ചരിത്രവുമായി അങ്ങിങ്ങ് കുറെ ബന്ധങ്ങളും സാമ്യങ്ങളും ചമച്ചിട്ടുണ്ട്. അതൊഴിച്ചാൽ അതിന് യേശുനാമവുമായി യാതൊരു ബന്ധവുമില്ല. എന്തെന്നാൽ യേശുവിന്റെ അറബി നാമമല്ല ഈസ. കാരണം ഇസ്ലാമിന് മുമ്പും ശേഷവുമുള്ള അറേബ്യൻ ക്രൈസ്തവർ അറബി ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത് യാസു അഥവാ യാസു എന്ന് ഏകദേശം ഉച്ചാരണം വരുന്ന പദമാണ്. യേശുവ എന്നതിനോട് സാമ്യമുള്ള പേര് യേശുവ, യേശു, ഈശോ, ജീസസ് എന്നിങ്ങനെയുള്ള നാമങ്ങളുടെ ഗണത്തിൽ പെടുന്നവ തന്നെയാണത്. ഇക്കൂട്ടത്തിൽ ജീസസ് വ്യത്യസ്ത നാമമാണല്ലോ എന്ന് തോന്നാം. എന്നാൽ അത് ലത്തീനിലെ ഈസസ് എന്ന പേരിൽ നിന്നാണ് രൂപപ്പെട്ടത്. യേശുവിന്റെ ഈ നാമരൂപങ്ങളോ അറബി ഭാഷയിൽ തന്നെ ഉണ്ടായിരുന്ന യാസു എന്ന സമാന നാമമോ ഉപയോഗിക്കാതെയാണ് മതപുസ്തകം ഈസ എന്ന പേര് സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് അനേകം പണ്ഡിതർ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് ചില ഉത്തരപക്ഷക്കാർ പറഞ്ഞത് വിചിത്ര ന്യായം. യേശുവിന്റെ യഥാർത്ഥ ഹെബ്രായ നാമം യേശു ആണെന്ന് ധരിച്ചുറപ്പിച്ചു പോയത് കൊണ്ടാണ് അവരങ്ങനെ അത്ഭുതപ്പെട്ടതത്രേ. എന്ന് വെച്ചാൽ പേര് മാറ്റിയവർക്കല്ല, അതിൽ അസാധാരണത്വം ദർശിച്ചവർക്കാണ് അബദ്ധം പറ്റിയതെന്ന്. എന്തുകൊണ്ടാണ് ആ പുസ്തകത്തിൽ യേശു എന്ന പേരില്ലാതെ പകരം മറ്റൊരു പേരുണ്ടായത്? യേശുനാമത്തിന്റെ സവിശേഷത തന്നെയാണ് അതിന് കാരണം. ദൈവപുത്രനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിനെ ദൈവപിതാവ് കൽപ്പിച്ചു നൽകിയ നാമമാണ് യേശു. ത്രിയേക ദൈവം പ്രപഞ്ചത്തോട് വ്യവഹരിക്കുന്നത് ആ നാമത്തിലൂടെയാണ്. പ്രപഞ്ചം ദൈവത്തോട് വ്യവഹരിക്കുന്നത് ആ നാമത്തിന്റെ ഭാവഹാവ രൂപങ്ങളിലൂടെയാണ്. തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ അവകാശം നൽകി. അടയാളങ്ങൾ നിമിത്തം വളരെയേറെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു എന്നിങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം 1-2 അധ്യായങ്ങളിൽ പറയുന്നത്. ഇതിലൂടെയും വെളിപ്പെടുന്നത് യേശു എന്ന നാമത്തിന് സ്വർഗം കൽപ്പിച്ച വിലയും രക്ഷാശക്തിയുമാണ്. ചുരുക്കി പറഞ്ഞാൽ ആ പേര് ഉപയോഗിക്കുന്നവർ, അതിശയകരമായ യേശുനാമം വിളിക്കുന്നവർ, അതുവഴി യേശു ലോകരക്ഷകനായ ദൈവപുത്രനും ദൈവവുമാണെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിക്കാൻ തയ്യാറല്ലാത്തവരാണ് യേശു എന്ന പേരിനെ ബോധപൂർവം മാറ്റം വരുത്തുന്നത്. ആരാണവർ? യേശു എന്ന നാമം ഉച്ചരിക്കാൻ വിഷമിക്കുന്നവരെ കുറിച്ച് ക്രൈസ്തവർക്ക് നന്നായി അറിയാം. റാബീസ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ ബാധിച്ചവർ വെള്ളം കാണുമ്പോൾ വിമിട്ടപ്പെടുന്നത് പോലെ അവർ യേശു എന്ന നാമത്തിന്റെ ശ്രവണത്തിൽ വിഷമിക്കുന്നു. ഡെലിവറൻസ് ശുശ്രൂഷകളിൽ വ്യക്തി ആവിഷ്ടനാണോ എന്നതിന്റെ അടയാളം കൂടിയാണല്ലോ യേശുനാമം ഉച്ചരിക്കാനുള്ള സന്നദ്ധത അല്ലെങ്കിൽ തടസ്സം. പറഞ്ഞു വരുന്നത് ഇതാണ്: യേശുവിന്റെ പേരോ അതിന്റെ സ്വീകാര്യമായ ഭാഷാന്തര രൂപമോ സ്വീകരിക്കാൻ മടിക്കുന്നത് വ്യക്തിയായാലും പുസ്തകമായാലും അതിനു പിന്നിൽ ക്രിസ്തുരോധം കാണാം. യേശുവിനെ രക്ഷകനായും ദൈവപുത്രനായും അംഗീകരിക്കാൻ കഴിയാത്ത ആന്തരിക ദ്വേഷം. ഈ ദ്വേഷം വരുന്നത് ആരിൽ നിന്നാണെന്നും അറിയാം. മുഖ്യദൂതൻ ഗബ്രിയേലിനാൽ ദൈവപിതാവ് അറിയിച്ചതും കൽപ്പിച്ചതുമായ ആ നാമത്തോട് ക്രിസ്തുവിനെ രോധിക്കുന്ന ഒന്നിനും ബന്ധമില്ല. സ്വന്തം ശിഷ്യരടക്കം അനേകർ സാക്ഷ്യപ്പെടുത്തിയതാണ് യേശുനാമത്തിന്റെ മഹിത ചരിതം. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു നൽകിയ ചിത്രീകരണത്തിൽ യേശു എന്ന പേരിന് ഇടമില്ല. മതപുസ്തകം 80ഓളം ഇടത്ത് ഈസായെ കുറിച്ച് പറയുന്നുണ്ട്. യേശു ദൈവമാണെന്ന് അംഗീകരിക്കാത്തവർക്ക് തർക്കിക്കാൻ വഴി തുറന്നിട്ടുകൊണ്ട് ഈസ യേശുവാണെന്ന കപട പ്രതീതി ഉളവാക്കുന്ന വിധത്തിൽ ചില ഇസ്ലാമിസ്റ്റുകൾ ക്രൈസ്തവരോട് നിരന്തരം തർക്കിക്കാൻ മുതിരുന്നു. യേശു എന്ന പേരോ അറബി ക്രൈസ്തവർ തന്നെ ഉപയോഗിച്ച യാസു എന്ന രൂപമോ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട്? അതിനുള്ള ക്ലൂ ആണ് ഡെലിവറൻസ് ശുശ്രൂഷകളിലെ അനുഭവ വിവരണം. ഈസ ആരുമായി കൊള്ളട്ടെ, അത് ക്രൈസ്തവരുടെ യേശു അല്ല. ഈസ സഹനമേറ്റെടുത്തവനല്ല.
ഏറ്റെടുക്കുന്നവനല്ല. ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന് മലർന്നു കിടപ്പിന്റെ പ്രായത്തിൽ വിളിച്ചു പറഞ്ഞതടക്കം അത്ഭുതങ്ങളുടെ കഥാപാത്രമാണ് ഈസ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മോചനദ്രവ്യമാകാൻ വന്നവനല്ല ഈസ, ദൈവപുത്രനല്ല ഈസ. ചുരുക്കത്തിൽ അറബി ഭാഷാ നിയമത്തിന്റെ ഫലമല്ല, ദൈവപുത്രനായ യേശുവിനെ അംഗീകരിക്കാത്ത തീരുമാനത്തിന്റെ ഫലമാണ് പേരുമാറ്റം. ഒരിക്കൽ കൂടി ചോദിക്കാം, മതഗ്രന്ഥത്തിൽ യേശു ഇല്ലാതിരിക്കെ എങ്ങനെയാണ് വിശുദ്ധ ബൈബിളിലെ യേശുവും ആ മതഗ്രന്ഥത്തിലെ യേശുവും എന്ന് താരതമ്യപ്പെടുത്തുന്നത്? യേശു ഇല്ലാതെ ഈസ മാത്രമുണ്ടായ അതേ കാരണത്താലാണ് ത്രിയേക ദൈവം എന്ന സത്യം അംഗീകരിക്കപ്പെടാത്തത്. അത് അംഗീകരിച്ചാൽ യേശു ദൈവപുത്രനും രക്ഷകനുമാണെന്ന് വന്നുകൂടുമല്ലോ. യേശുവിന്റെ രക്ഷാകർമ്മത്തെയും പിശാചിന്റെ പരാജയത്തെയും ഏറ്റുപറയാൻ കഴിയാത്ത ഏതാത്മാവിനും യേശുനാമം ഇടർച്ചയാണ്. കൃത്രിമ തർക്കം വഴി ഇത്രയും നാൾ തങ്ങളുടെ മതഗ്രന്ഥത്തിൽ യേശുനാമം ഇല്ല എന്ന സത്യമാണ് ചിലർ മൂടി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പത്രവാർത്ത, അത് വിശ്വസിക്കാമെങ്കിൽ കേരയിൽ കാര്യത്തിൽ എവിടെയോ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് തോന്നുക. സാമൂഹികാഘാത പഠനം എതിരായാലും പദ്ധതി ഉപേക്ഷിക്കില്ല പോലും. ഇതാണ് സർക്കാരിന്റെ നിലപാടെങ്കിൽ എന്തിനാണ് ഇത്ര ബഹളം സൃഷ്ടിച്ച് കല്ലീടിലും സാമൂഹികാഘാത പഠനവും? സർക്കാർ തന്നെ വില കൽപ്പിക്കാൻ പോകുന്നില്ലാത്ത ഒരു പഠനത്തിനു വേണ്ടി എന്തിനാണ് ഇത്രമാത്രം സന്നാഹവും പണച്ചെലവും? നിയമപരമായി ചെയ്തു തീർക്കേണ്ട ബാധ്യത എന്ന നിലയ്ക്ക് മാത്രമോ? അങ്ങനെയെങ്കിൽ വ്യക്തമാകുന്നത് കേരളം എത്ര ആഘാതം നേരിടേണ്ടി വന്നാലും തങ്ങൾക്ക് പ്രശ്നമല്ല, തങ്ങൾ നിശ്ചയിച്ച പദ്ധതി നടപ്പാക്കണമെന്ന സ്വേച്ഛാപരമായ തീരുമാനമേ സർക്കാരിനുള്ളൂ എന്നാണ്. ജനങ്ങളോട് പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ വെള്ളപൂശലും തങ്ങളുടെ ലക്ഷ്യത്തോടുള്ള എതിർപ്പ് മയപ്പെടുത്താനുള്ള തന്ത്രവും എന്നാണ്. അതല്ലെങ്കിൽ സാമൂഹികാഘാത പഠനം എന്ന ഏർപ്പാടിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് സർക്കാർ വെളിപ്പെടുത്തുന്നത്. നിയമപരവും ശാസ്ത്രീയവും എന്ന് കരുതപ്പെടുന്ന ഒരു നടപടിയെക്കുറിച്ച് സർക്കാരിന് തന്നെ ഇതാണ് അഭിപ്രായമെങ്കിൽ സർക്കാർ പറയുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ എന്തു നിഗമനത്തിലാണ് എത്തേണ്ടത്? കല്ലിടലിനെ ജനങ്ങൾ ഇത്ര കണ്ട് എതിർക്കുന്നത് തീവ്രവാദികളുടെ പിൻബലത്താലാണെന്ന ആരോപണം അംഗീകരിക്കാനാവില്ല. നുഴഞ്ഞുകയറ്റം ആർക്കും ആസൂത്രണം ചെയ്യാവുന്ന കാര്യം. സമരക്കാരുടെ ശത്രുക്കളാണല്ലോ പലപ്പോഴും അത് ചെയ്യാറ്. ശിഥിലമാകുന്ന ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് ജനങ്ങളുടേത്, പ്രത്യേകിച്ച് പ്രായം മറന്ന് പ്രതിഷേധിക്കാൻ എത്തുന്ന സ്ത്രീകളുടേത്. അതിൽ രാഷ്ട്രീയവും തീവ്രവാദവും ഇല്ല. അവരുടെ പ്രതിഷേധത്തിനുള്ള സർക്കാർ ഉത്തരം മുൻകൂർ ഉറപ്പു നൽകേണ്ടുന്ന സുരക്ഷിതത്വം മാത്രമാണ്. ആ ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല, അഥവാ ബോധ്യപ്പെട്ടിട്ടില്ല. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് മാത്രമേ നഷ്ടപരിഹാരം ഉള്ളൂ എന്നും ബഫർ സോൺ എന്ന പേരിൽ നിശ്ചലമാക്കപ്പെടുന്ന പ്രദേശത്തിന് യാതൊരു നഷ്ടപരിഹാരവും ഇല്ല എന്നതും സാങ്കേതികമായി പറയാവുന്ന ന്യായമായിരിക്കാം. പക്ഷേ ജീവിതങ്ങളോട് പറയാവുന്നതല്ല അത്. പദ്ധതി എല്ലാവർക്കും വേണ്ടി എന്നതും തത്വത്തിൽ മാത്രം. പ്രായോഗികമായി ജനസംഖ്യയിലെ വളരെ ചെറിയൊരു വിഭാഗത്തിന് അത് നേരിട്ട് പ്രയോജനകരമായുള്ളൂ. ഇത് ജനങ്ങളുടെ പദ്ധതി എന്ന് സർക്കാർ പറയുന്നത് ശരിയെങ്കിൽ പദ്ധതി കടന്നു പോകുന്ന ഇടങ്ങളിലെ ജനങ്ങളുടെ മാത്രം ചെലവിലല്ല അത് നടത്തേണ്ടത്. അവരെ മുൻകൂറായി എല്ലാ നഷ്ടത്തിൽ നിന്നും വിമുക്തരാക്കുന്ന സാമ്പത്തിക പദ്ധതി ആദ്യം ഉറപ്പാക്കണം. അതിനുവേണ്ടി എല്ലാ ജനങ്ങളുടെയും പങ്ക് ഈടാക്കാൻ സർക്കാർ ധൈര്യപ്പെടട്ടെ. അപ്പോഴറിയാം ഇത് ജനങ്ങളുടെ മുഴുവൻ പദ്ധതിയും സമരക്കാരൊഴികെ എല്ലാവരും പിന്തുണയ്ക്കുന്നതുമാണോ എന്ന്. സാമൂഹികാഘാത പഠനം കാര്യമാക്കാൻ പോകുന്നില്ല എന്നത് ശരിയായ സൂചനയെങ്കിൽ ഇപ്പോഴത്തെ സന്നാഹം മൈൻവാരി ഏർപ്പാട് മാത്രം, കളം തെളിക്കാനുള്ള ഗൂഢലക്ഷ്യമെന്ന് കരുതേണ്ടി വരും. ജനങ്ങളുടെ പ്രതിഷേധ ശേഷി ഇപ്പോഴേ പൂർണ്ണമായും തീർത്ത് പിന്നീട് എതിരിടാൻ കെൽപ്പില്ലാത്തവരാക്കി മാറ്റുക. ആ ഘട്ടത്തിൽ സ്വേച്ഛ പോലെ കരുക്കൾ നീക്കുക. സർക്കാരിന് അങ്ങനെയും തന്ത്രമാകാം. പക്ഷേ തകരുന്ന ജീവിതങ്ങളോട് തന്ത്രം പാടില്ല. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ഓർത്ത് പ്രതിഷേധിക്കുന്നവരെ പിന്തുണച്ചാൽ വിമോചന സമരത്തിനുള്ള കാഹളമെന്ന് ചിത്രീകരിക്കുന്നതും രാഷ്ട്രീയ രക്ഷാതന്ത്രം മാത്രമാണെന്ന് പിടികിട്ടും. അത്തരം തന്ത്രങ്ങളല്ല, ജനങ്ങളുടെ ആശങ്കയ്ക്കുള്ള ഉത്തരമാണ് പാർട്ടി നേതൃത്വമായാലും പറയേണ്ടത്.
കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.